കഴിഞ്ഞ വ്ലോഗിൽ നിങ്ങൾ കണ്ട പോലെ ഫാമേഴ്സ് മാർക്കറ്റൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കൊരു ഫുൾ ആഫ്റ്റർനൂൺ വെറുതെ കിടക്കുകയാണ്. ഞങ്ങൾ സിഡ്നി വരെ വന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഇന്ന് ഈ ആഫ്റ്റർനൂൺ നമുക്ക് റോയൽ ബൊട്ടാനിക്കൽ ഗാർഡൻ, സിഡ്നിയിൽ ഫേമസ് അട്രാക്ഷൻസിലത്തെ ഒരെണ്ണം തന്നെയാണ് റോയൽ ബൊട്ടാനിക്കൽ ഗാർഡൻ. അപ്പോൾ അതും കൂടെ ഇന്ന് കാണാം എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുവാണ് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക്. അപ്പോൾ ആ വഴിയിൽ ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ, ഒരു വലിയ കത്തീഡ്രലാണ്, കത്തീഡ്രലുണ്ട്. അതിൻ്റെ മുമ്പിൽ നല്ല ബ്യൂട്ടിഫുൾ ഒരു ഫൗണ്ടനൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പതുക്കെ നിന്ന് കുറച്ച് നേരം ഇവിടെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. And turn back and see whether we are coming. Okay? Got to run that you should stop and see whether we are coming. Right? Okay. എൻ്റെ ബാക്കിൽ കാണുന്നത് ആർട്ട് ഗാലറി ഓഫ് ന്യൂ സൗത്ത് വെയിൽസ് ആണ്. ചുമ്മാ ഞാൻ പറയണമെന്നേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 1.25 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ ആ വഴിയിലുള്ള കാഴ്ചകൾ പറഞ്ഞ് നടക്കാമെന്ന് വെച്ചു. അങ്ങനെ റോയൽ ബൊട്ടാനിക് ഗാർഡൻ സിഡ്നിയിലെത്തി. വലിയ ഗാർഡനാണ്. വലിയ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു 74 ഏക്കർ സ്ഥലത്താണ് ഈ ഗാർഡൻ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് നട്ടുച്ചയ്ക്കും. സമയം 1:30-2 മണി ആ ഒരു സമയത്താണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയേക്കണേ. അതുകൊണ്ട് എത്രത്തോളം നടന്ന് കാണാൻ പറ്റും, ഏതൊക്കെ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പം അങ്ങനെ എത്തി. ഇനി ഇതിന് ഉള്ളിക്കൂടെ ഒരു ട്രെയിൻ റൈഡ് ഉണ്ട്, ഒരു കുഞ്ഞ് ട്രെയിൻ റൈഡ്. അപ്പോൾ അതിങ്ങനെ ഫുൾ ഗാർഡൻ്റെ ചുറ്റും കാണാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ആ ഒരു ട്രെയിൻ ഇപ്പോൾ ഇവിടെ വരുന്നതാണ് പറഞ്ഞത്. ആ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ട്രെയിൻ വന്നു, ട്രെയിൻ പോയി, ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ആക്ച്വലി ആ ട്രെയിനിന് എവിടെ നിന്ന് വേണമെങ്കിൽ കയറാം, അത് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്നത്. പക്ഷെ ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ടും ട്രെയിനിൽ കയറാൻ നിറയെ ജനം ഉള്ളതുകൊണ്ടും അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് തന്നെ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിനി അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ആ വഴിയിൽ മൊത്തം പാർക്കൊക്കെ കണ്ട് നടക്കാം. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്, നിറയെ ഗ്രീനറി, പച്ചപ്പും ഹരിതാപയും. അത് കഴിഞ്ഞിട്ട് ഓരോ കുഞ്ഞു പ്ലാന്റ്സിൻ്റെയും ഓരോ ട്രീസിൻ്റെയും ഒക്കെ മേലെ ഇങ്ങനെ ഒരു ബോർഡ്, അത് എന്താണ് അതിൻ്റെ പേര്, അതിൻ്റെ ഫാമിലി, അതിൻ്റെ സ്പീഷീസ്, അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ, അങ്ങനെ എല്ലാ പ്ലാന്റ്സും, കുറേ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്. ഗ്ലാസ് ഹൗസാണിത്. ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ നിറയെ പ്ലാന്റ്സ് ഉണ്ട്. പക്ഷെ അത് ലോക്ക് ചെയ്തിട്ടേക്കാന്ന് തോന്നുന്നു. ഇവിടെ എന്തോ ഗൈഡഡ് ടൂറൊക്കെ ഉണ്ട്, ബിഹൈൻഡ് ദ സീൻസ് ഗ്ലാസ് ഹൗസ് ടൂർ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അത് തോന്നുന്നു ഇപ്പോൾ ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് കാണാം. ഈ ഒരു ട്രീയുടെ അടിഭാഗം കണ്ട ഇങ്ങനെ പരന്നിങ്ങനെ പോയേക്കുക. അപ്പോൾ ആ ട്രീയുടെ പേര് എഴുതി വെച്ചേക്കാണ് എലിഫന്റ് ഫുഡ് ട്രീ. ശരിക്കും ആനയുടെ കാല് പോലെ ഉണ്ടല്ലോ, ഇങ്ങനെ പരന്ന് വലുത്.
ഈ ഗാർഡൻ്റെ ഒരു ബ്രോഷർ വെച്ച് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് 36 പോയിന്റ്സ് അവർ പറയുന്നുണ്ട് ഇതിനകത്ത് കാണാനുള്ള സ്ഥലങ്ങളായിട്ട്. അപ്പോൾ അതിലത്തെ ഒരെണ്ണമാണ് ഈ പാം ഗ്രോവ് സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലം. നിറയെ പാം ട്രീസ് അതിൻ്റെയൊക്കെ ഉള്ളിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഒരു വെഡ്ഡിങ് നടക്കുന്നുണ്ട്, മുകളിലൊരു പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ അതിലുള്ള വേറൊരു പോയിൻ്റാണ് ലില്ലി പോണ്ട്, വാട്ടർ ലില്ലി പോണ്ട്. അതാണ് ഇപ്പുറത്തുള്ളത്. What is it doing? When that dive we do. When I go there. ഈ ബൊട്ടാനിക് ഗാർഡൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറ ഹൗസിൻ്റെയും ഹാർബർ ബ്രിഡ്ജിൻ്റെ ഒക്കെ തൊട്ടടുത്താണ്. അതായത് ഹാർബറിൻ്റെ അടുത്താണ് ഈ ബൊട്ടാനിക് ഗാർഡൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ ഓപ്പറ ഹൗസ്, ഹാർബർ ബ്രിഡ്ജ്, ഇങ്ങനെ ഭയങ്കര ഫുൾ ബോട്ടുകൾ, ഷിപ്പുകൾ, ഭയങ്കര അമേസിങ് വ്യൂ ആണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ ആറ്റു നോക്കിയിരുന്ന് ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. ഞങ്ങൾ എത്തിയപ്പോൾ ഇച്ചിരി വൈകിയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇവിടെ കേട്ടാണ് സീറ്റ് കിട്ടിയത്. എന്നാലും ട്രെയിനിൽ മൊത്തം ഗാർഡൻ ചുറ്റിക്കാണാൻ പോവാം. ട്രെയിനിൽ കയറി ഇരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കയറി നല്ല സീറ്റൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അരമണിക്കൂറിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചക്ക ചക്ക ചൂച്ചു അയക്കി 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 ചക്ക ചക്ക ചൂച്ചു പറഞ്ഞേ, ചക്ക ചക്ക ചൂച്ചു. My name is Catherine and I'm going to be your tour guide and your driver on this big ticket is good for one whole tour, meaning one. അങ്ങനെ അരമണിക്കൂറിൻ്റെ ട്രെയിൻ റൈഡ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അതിനകത്ത് വെച്ച് ഞാനൊന്നും പറഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ അവർ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളുടെ വലത്തോട്ട് നോക്കൂ, അവിടെ ഇത് കാണാം, ഇടത്തോട്ട് നോക്കൂ, ഇത് കാണാം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വെച്ച് പറഞ്ഞേലത്തെ 2-3 പോയിന്റുകൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ ഞാനതിങ്ങനെ ഓർത്ത് വെച്ചു പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചൂടോടെ ഇപ്പം തന്നെ പറയാമെന്ന് വെച്ചു. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വേൾഡിലുള്ള ബൊട്ടാനിക്കൽ ഗാർഡനുകളിൽ ഏറ്റവും അധികം മോസ്റ്റ് വിസിറ്റഡ് ഗാർഡൻ അതാണെന്ന് ഈ സിഡ്നിയിലത്തെ ബൊട്ടാനിക്കൽ ഗാർഡൻ. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പം ഈ വ്യൂസിലിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹാർബർ ബ്രിഡ്ജ്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഓപ്പറ ഹൗസ്, അങ്ങനെ ഒരു വ്യൂ കിട്ടുന്ന ഒരു പോയിന്റ് അതിപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഹാർബർ ബ്രിഡ്ജ് ഇങ്ങനെ നിൽക്കുക, അതിൻ്റെ ഉള്ളിൽ ഓപ്പറ ഹൗസ് നിൽക്കണ പോലെ രണ്ടും കൂടെ കിട്ടുന്നത്. അതാണെന്ന് ഈ ഓസ്ട്രേലിയയിലത്തെ ഏറ്റവും അധികം ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ള ഒരു പോയിന്റ്. ആ പോയിന്റിൽ നിന്നിട്ടുള്ള ആ ഒരു ഫോട്ടോ ആണ് ഏറ്റവും അധികം ഫോട്ടോ എടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ഭയങ്കര രസമുള്ളൊരു പോയിന്റാണ്. അതായത് നമ്മൾ എല്ലാ ദിവസവും ബീച്ചിൽ പോകുകയാണെങ്കിൽ, എവറി ഡേ എല്ലാ ദിവസവും നമ്മൾ ബീച്ചിൽ പോവുകയാണെങ്കിൽ ഈ ഓസ്ട്രേലിയയിലുള്ള എല്ലാ ബീച്ചുകളും പോയി തീർക്കാൻ 27 കൊല്ലം എടുക്കുന്നു. അതായത് 27 × 365 അത്രയും ബീച്ചുകളുണ്ടെന്ന് ഓസ്ട്രേലിയയിൽ. ഈ സിഡ്നിയിൽ തന്നെ 100-ൽ മേലെ ബീച്ചുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഫുള്ള് ബീച്ചസ് ഉള്ള ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ. അന്ന് ഞങ്ങള് ഓപ്പറ ഹൗസും ഹാർബർ ബ്രിഡ്ജൊക്കെ കാണാൻ വന്നിട്ട് പക്ഷെ ഇത് കണ്ടില്ല. അന്ന് ബൊട്ടാണിക്കൽ ഗാർഡൻ കയറിയില്ല. കാരണം വെച്ചാൽ അന്ന് മഴ പെയ്തു, പിന്നെ പെട്ടെന്ന് തിരിച്ചു പോകണം. അന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഉച്ച തിരിഞ്ഞു. അപ്പോൾ ഇത് സെപ്പറേറ്റ് വേറൊരു ദിവസം കാണാമെന്ന് വെച്ചിട്ട് തന്നെ അന്ന് തിരിച്ചു പോയത്. അപ്പോൾ അങ്ങനെ ഇന്നിവിടെ വന്നു, അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. എന്താ പറയുക, നല്ല പച്ചപ്പൊക്കെയുള്ളൊരു സ്ഥലം. ഇതുവരെ ഓസ്ട്രേലിയയുടെ കണ്ടതൊക്കെ ഇങ്ങനെ ഇച്ചിരി ക്രൗഡഡ് സിറ്റി ലൈഫുകളായിരുന്നു. അതിൽ നിന്ന് മാറി നല്ലൊരു ഗാർഡൻ, നല്ല സുഖമായിട്ടുള്ളൊരു സ്ഥലം. പക്ഷെ ഞാനൊക്കെ വെയിൽ വരുമ്പോൾ വേഗം ഓടിയിട്ട് സൺഷെയ്ഡിലേക്കൊക്കെ നിൽക്കാനായിരുന്നു നോക്കിയിരുന്നു, വെയിൽ കൊള്ളാൻ മടിയായിട്ട്. പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ ഫുള്ളിങ്ങനെ വെയിലത്ത് കിടക്കുക. ഒരു ഇച്ചിരി നീ കഴിഞ്ഞാൽ തണലുണ്ടാവും, പക്ഷെ ശരിക്കും മനഃപൂർവ്വം വെയിലത്ത് വന്ന് കിടന്ന് വെയിൽ കൊള്ളുക. എന്തിനാണോ എനിക്കറിയില്ല. അങ്ങനെ പക്ഷെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. മറ്റേ ട്രെയിൻ റൈഡ് അടിപൊളിയായിരുന്നു. ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തെങ്കിലും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. ഐക്ക് ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ ഫുള്ള് 75 ഏക്കർ, 75ആണോ 74ആണോ ഏക്കറിൽ കൂടെ ഫുള്ളും ഓടിച്ച് നടന്ന് കണ്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ഒരു അടിപൊളി വീക്കെൻഡ് വിഷ് ചെയ്യുന്നു. ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.